ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കണമെങ്കിൽ നാം നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മുഴുവൻ വേദപുസ്തകവും നമുക്ക് നൽകുന്ന രക്ഷയുടെ ഭദ്രത എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയൂ, രക്ഷയുടെ വില എന്താണെന്ന് ഗ്രഹിക്കാൻ കഴിയൂ, കാൽവറിയിൽ കർത്താവിന്റെ യാഗത്തിന്റെ ശ്രേഷ്ഠത ഗ്രഹിക്കാൻ കഴിയൂ. അതിന് നാം നമ്മെക്കുറിച്ച് ഗ്രഹിക്കണം. നാം ആരെയാണ്, നമ്മുടെ അസ്തിത്വം എന്താണ് എന്ന് വ്യക്തമായി ഗ്രഹിച്ച് ഒരു വ്യക്തിക്ക് മാത്രമേ രക്ഷയുടെ അതിശ്രേഷ്ഠമായ പദ്ധതിയെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം ആരാണ്? മനുഷ്യൻ എന്ന് പറയുന്ന ഈ രണ്ടു കാലിൽ നടക്കുന്ന മൃഗം, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സ്വത്വം ആരാണ്? വേദപുസ്തക ഭാഷയിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ അവന്റെ അസ്തിത്വത്തെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 23 മുതലുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ച് സഹായിക്കണം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും